ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ചിന്തിക്കാനുള്ള കാരണങ്ങൾ വെറുതെ തേടി പോകാറുണ്ട്, എന്നിട്ട് വെറുതെ ചിന്തിച്ചുകൊണ്ടിരിക്കും. എന്നാൽ ചിരിക്കാനുള്ള കാരണങ്ങൾ ആരെങ്കിലും തേടി പോകാറുണ്ടോ? അങ്ങനെ ചിരി തേടി വരുന്നവർക്ക് വേണ്ടിയുള്ളതാണ് നമ്മുടെ ഫൺസ് അപ്പോൺ എ ടൈം വേർഷൻ 2 എന്ന നിങ്ങളുടെ ഈ സ്വന്തം വേദി. ഇന്നത്തെ ഈ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നതിനായി നമ്മുടെ സ്വന്തം രമേശ് ചേട്ടനെ സ്വാഗതം ചെയ്യുന്നു. രമേശ് ചേട്ടാ, ഒപ്പം പക്രു ചേട്ടനെയും. ഇനി ഈ വേദിയിൽ നിറയുന്നത് ഒരു പാലക്കാട്ടുകാരന്റെ തമാശകളാണ്. പുതുമയേറിയ സ്റ്റാൻഡപ്പ് കോമഡിയുമായി എത്തുന്നു പ്രവീൺ ഫ്രം പാലക്കാട്. ലെറ്റ്സ് വെൽക്കം പ്രവീൺ. പാലക്കാടുകാർക്കൊക്കെ എന്താണ്, സുഖമാണോ? വീട്ടിലെങ്ങനെയുണ്ട്, എന്തൊക്കെയാണ് അവസ്ഥ, കാര്യങ്ങളൊക്കെ സുഖം? പ്രവീൺ പാലക്കാട് വളരെ സന്തോഷം കാണാൻ പറ്റി. പ്രവീൺ പുള്ളോട് പൊളിക്കാൻ പോവല്ലേ? നമസ്കാരം, ഞാൻ പ്രവീൺ. പാലക്കാട് പുള്ളോടുള്ള എൻ്റെ നാട്ടിലുള്ള ഒരു രണ്ടാളുടെ കഥയാണ് ഞാൻ പറയാൻ പോകുന്നത്. പുള്ളോട് കഥകൾ പറയുമ്പോൾ മണിയേട്ടൻ്റെ കഥ പറയാതിരിക്കാൻ പറ്റില്ല. കാരണം മണിയേട്ടനാണ് പുള്ളോട്ടിലെ മെയിൻ അമ്പലത്തിൻ്റെ കാര്യങ്ങളും നാട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. മണിയേട്ടൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് കാര്യം പറയുകയാണെങ്കിലും വിസ്തരിച്ചിട്ടേ മണിയേട്ടൻ പറയുള്ളൂ. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയാണ്, മണിയേട്ടൻ തമിഴ്നാടുകാരനാണെന്ന് വിചാരിക്കുക. മണിയേട്ടൻ എന്തെങ്കിലും ആവശ്യത്തിൽ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ എങ്ങോട്ട് പോകണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരശുരാമൻ മഴുവെറിഞ്ഞ കഥ മുതൽ രണ്ടാം പിണറായി സർക്കാർ വന്ന കഥ വരെ പറഞ്ഞിട്ട് അങ്ങനെയുള്ള കേരളത്തിലേക്ക് പോകണമെന്നാണ് മണിയേട്ടൻ പറയാറുള്ളത്. മണിയേട്ടൻ 10ാം ക്ലാസ് തോറ്റാണ്. കാരണം എന്ന് വെച്ചാൽ മണിയേട്ടന് 1 വേർഡ് എഴുതാൻ അറിയില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഒന്നാമത്തെ ചോദ്യം, ശ്രീരാമൻ്റെയും സീതയുടെയും മക്കളുടെ പേരെന്താണെന്നാണെങ്കിൽ 11 കുശനും 12 കുശനും 13 കുശനും 14 കുശനും എന്ന് ഓപ്ഷനിലുണ്ടാവും. പക്ഷേ മണിയേട്ടൻ അതിൽ ഓപ്ഷനിൽ എഴുതാൻ മണിയേട്ടന് താല്പര്യം ഉണ്ടാവില്ല. മണിയേട്ടൻ ദശരഥൻ്റെ കഥ മുതൽ തുടങ്ങിയിട്ട് ശ്രീരാമൻ്റെയും സീതയുടെയും കഥ എത്തിയിട്ടേ ഉത്തരം പറയുള്ളൂ. അതുകൊണ്ട് തന്നെ മണിയേട്ടൻ PSCക്കും പോയിട്ടില്ല. അമ്പലത്തിലെ കാര്യങ്ങളൊക്കെ ആയിട്ട് മണിയേട്ടൻ നടക്കുകയാണ്. അപ്പോൾ ഒരു ദിവസം ഞാൻ അമ്പലത്തേക്ക് പോകുമ്പോൾ ഈശ്വര വിശ്വാസമൊന്നും ഇല്ലാത്തൊരു പയ്യൻ എൻ്റെ അടുത്ത് അമ്പലത്തേക്ക് വന്നോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്തിനാണ് അമ്പലത്തേക്ക് വരുന്നതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, മണിയേട്ടൻ പെട്ടെന്ന് പൈസ ഉണ്ടാക്കാനുള്ള വഴി പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മണിയേട്ടൻ്റെ കയ്യിൽ പെട്ടെന്ന് പൈസ ഉണ്ടാക്കാനുള്ള വഴി ഉണ്ടാവും, പക്ഷെ അത് മണിയേട്ടൻ പറഞ്ഞു തരണം എന്നുണ്ടെങ്കിൽ ഒരു 10 കൊല്ലമെങ്കിലും എടുക്കുമെന്ന് പറഞ്ഞു. മണിയേട്ടൻ്റെ അയൽവാസിനെ പാമ്പ് കടിച്ചു, ഒരു പയ്യനെ പാമ്പ് കടിച്ചു. മണിയേട്ടനും ആശുപത്രിക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ ചോദിച്ചു, എപ്പോഴാണ് കടിച്ചത്, എന്ത് പാമ്പാണ് കടിച്ചതെന്ന്. അതിനുള്ള ഉത്തരം മണിയേട്ടൻ എന്ത് പറഞ്ഞു എന്നറിയില്ല. കഴിഞ്ഞ മാർച്ച് 10-ാം തീയതി ആയിരുന്നു ആ പയ്യൻ്റെ 12ാം ചരമവാർഷികം. ഇപ്പം മണിയേട്ടൻ്റെ ഉയരം എത്രയാണെന്ന് പറഞ്ഞാൽ 5.5 അടി എന്ന് പറഞ്ഞാൽ മതി മണിയേട്ടന്. പക്ഷെ മണിയേട്ടൻ പറയുക, ഉയരം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയൽവക്കത്തെ കുളിമുറി കാണാൻ ഇഷ്ടിക വേണം, അതാണ് എൻ്റെ ഉയരം എന്നാണ് മണിയേട്ടൻ പറയുക. മണിയേട്ടൻ്റെ അടുത്ത് പ്രായം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 45 വയസ്സെന്ന് പറഞ്ഞാൽ മതി. മണിയേട്ടൻ പറയും, ഇന്ദിരാഗാന്ധി മരിച്ചപ്പോൾ എനിക്ക് സ്കൂൾ അവധി കിട്ടിയിട്ടുണ്ടെന്ന് പറയും. ബാക്കിയുള്ളവൻ കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കണം. അതുകൊണ്ട് തന്നെ മണിയേട്ടനോട് ഞാൻ അന്ന് വരെ യാതൊരു വിധത്തിലുള്ള ചോദ്യവും അങ്ങോട്ട് ചോദിച്ചിട്ടില്ല. എന്തിനാണ് നമ്മൾ പോയിട്ട് ഒരു ദിവസം കളയണമെന്ന് വെച്ചിട്ട്. ഒരു ദിവസം ഞാൻ പാലക്കാട് നിന്ന് എൻ്റെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് മണിയേട്ടൻ ജില്ലാ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിൽ കൈ ഒടിഞ്ഞ് പ്ലാസ്റ്റർ ഇട്ടിട്ട് ഇങ്ങനെ നിൽക്കുന്നു. അപ്പം ഞാൻ ബൈക്കിലല്ലേ വരുന്നത്. അപ്പോൾ എനിക്ക് ആകെ 20 മിനിറ്റിൻ്റെ ജേർണി ഉള്ളൂ എൻ്റെ വീട് വരേക്കുള്ളത്. മണിയേട്ടനെയും വണ്ടി കയറ്റി. മണിയേട്ടൻ്റെ അടുത്ത് ചോദിച്ചു, എന്ത് പറ്റിയതാണ് മണിയേട്ടാന്ന് ചോദിച്ചു. അപ്പം മണിയേട്ടൻ പറഞ്ഞു, ഞാൻ ബൈക്കിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, മണിയേട്ടൻ എൻ്റെ പുറകിലിരിപ്പുണ്ട്. അപ്പം മണിയേട്ടൻ പറഞ്ഞു, ഒന്നുമില്ലടാപ്പാ, 4 ഇന്നലെ പുലച്ചയ്ക്ക് കുളിക്കാൻ പോയതാണ് 5:30 മണിക്ക്. അപ്പം ഞാൻ വിചാരിച്ചു 5:30 മണിക്ക് കുളിക്കാൻ പോയല്ലേ, വഴുക്കലുള്ള അമ്പലക്കുളമാണ്, ഞാൻ വഴിക്ക് വീണതായിരിക്കും വിചാരിച്ചു. പക്ഷെ മണിയേട്ടൻ വീണില്ല. ആ കുളി കഴിഞ്ഞും കണ്ട് ഞാൻ വീട്ടിലിരുന്നിട്ട് ഇഡ്ഡലി തിന്നുമ്പോൾ അമ്മ പറഞ്ഞു ചക്കയിടുന്ന്. അപ്പം ഞാൻ വിചാരിച്ചു ചക്കയിടാൻ വേണ്ടി പ്ലാവിൽ കയറിയപ്പോൾ മണിയേട്ടൻ വീണിട്ടുണ്ടാവുന്നു. പക്ഷെ മണിയേട്ടൻ വീണില്ല. പ്ലാവിൽ ചക്കയിട്ടും കഴിഞ്ഞ് ഞാൻ നേരെ അമ്പലത്ത് പോയടവനെ. പിന്നെ അമ്പലത്ത് പോയിട്ട് സുരേഷ് വന്നു, രതീഷ് വന്നു, മാധവേട്ടൻ വന്നു. അവരുടെ അടുത്ത് സംസാരിച്ച കഥ മുഴുവൻ മണിയേട്ടൻ പറഞ്ഞു. സമയം പോയത് അറിഞ്ഞില്ലടാപ്പാ, ഞാൻ 2 മണിക്ക് ബൈക്ക് എടുത്തിട്ട് തൂളി എൻ്റെ വീട്ടിലേക്ക് വിശന്നിട്ടേ. ബൈക്കിൽ പോണതല്ലേ, ചിലപ്പോൾ വീണാലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ബൈക്ക് സ്ലോ ആക്കിയിട്ട് പെല്ലെ മണിയേട്ടൻ്റെ പറയണത് കേൾക്കാൻ വേണ്ടിയിരുന്നു. പക്ഷെ മണിയേട്ടൻ വീണില്ല. മണിയേട്ടൻ വീട്ടിൽ പോയി ഊണ് കഴിച്ച് കഴിഞ്ഞ് ഉച്ചയ്ക്ക് നരസിംഹം സിനിമ കണ്ടു. അതിൻ്റെ കഥയും എനിക്ക് പറഞ്ഞു തന്നു. തിരിച്ച് അമ്പലത്ത് പോയി വന്നിട്ട് തിരിച്ച് വീട്ടിൽ വന്നു.
ആ 7 മണിയായപ്പോഴാണ് അവനെ സൂര്യ വന്നിട്ട് ഒരു അരിയും കൊണ്ടുവന്നു, നമുക്ക് രണ്ടാക്കാ പറഞ്ഞിട്ടേ 4 വലിയ ടോർച്ച് കൊടുത്തിട്ട് അവനും കൂടെ ചെതലുമലിൻ്റെ മണ്ടയ്ക്ക് കയറി. മലയുടെ മുകളിൽ കയറിയതല്ലേ, ടോർച്ച് എടുത്തിട്ടുണ്ടെങ്കിലും തിരിച്ചു വരുമ്പോൾ വീണ്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ മണിയേട്ടൻ വീണില്ല. നാം വന്നും കണ്ട് കിടന്നുറങ്ങി. അപ്പോൾ ഈ സമയത്ത് 20 മിനിറ്റ് കൊണ്ട് എത്തേണ്ട ഞാൻ ഏതാണ്ട് 1 മണിക്കൂർ എത്തിയിട്ട് മണിയേട്ടൻ്റെ വീട്ടിൻ്റെ മുമ്പിലെത്തി. ഞാൻ പറഞ്ഞു, എൻ്റെ മണിയേട്ടാ നിങ്ങളൊന്ന് വീഴിൻ, എനിക്ക് പോയിട്ട് ഒരുപാട് കാര്യങ്ങളുള്ളതാണ്. അത് പറഞ്ഞപ്പോൾ മണിയേട്ടൻ പറയാ, ഞാനിത് ഉച്ചയ്ക്ക് ഉണ്ണാൻ വന്നപ്പോൾ ഈ സ്റ്റെപ്പ് ഇറങ്ങിയപ്പോൾ വീണതാണെന്ന്. ഇന്ന് ഉച്ചയ്ക്ക് വീണതിൻ്റെ കാര്യത്തിനാണ് മണിയേട്ടൻ തലേന്ന് രാവിലെ പുലർച്ചയ്ക്ക് കുളിക്കാൻ പോയ കഥ മുതൽ തുടങ്ങിയത്. ഇതാണ് മണിയേട്ടൻ്റെ കഥ. അടുത്തത് സോമൻ എന്നൊരു കഥാപാത്രത്തിൻ്റെ പേരാണ്. അപ്പോൾ ഈ സോമനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഞങ്ങൾ 4 ഫ്രണ്ട്സും കൂടെ ഒരു മരണ വീട്ടിലേക്ക് പോവാണ്. മരണ വീടെന്ന് പറയുമ്പോൾ ഞങ്ങൾ അടുത്ത ബന്ധുവൊന്നും അല്ലാത്ത, സുഹൃത്തൊന്നും അല്ലാത്ത ഒരു പരിചയത്തിലുള്ള ഒരാളായതുകൊണ്ട് ഞങ്ങൾ ചിരിച്ചും തമാശ പറഞ്ഞിട്ടൊക്കെയാണ് പോണത്. മരണ വീടിൻ്റെ ഏതാണ്ട് ഒരു 10 മിനിറ്റിൻ്റെ മുമ്പ് എത്തിയപ്പോൾ ഞാനൊരു തമാശ പറഞ്ഞു. അപ്പോൾ ബാക്കിയുള്ള 2 പേരും അത് നല്ലപോലെ എൻജോയ് ചെയ്തു. ഈ സോമൻ മാത്രം ചിരിക്കുന്നില്ല. ഒരു വലിയ പറമ്പിലാണ് ഈ മരണ വീട് ഉള്ളത്. അപ്പോൾ ഒരാളടുത്ത് ചോദിച്ചു, എങ്ങനെയാണ് മരിച്ചതെന്ന് ചോദിച്ചു. അവ പറഞ്ഞു, ഭക്ഷണം കഴിച്ചിട്ട് ആള് രാത്രി ഉറങ്ങാൻ കിടന്നതാണ്, ആ അറ്റാക്കാണെന്ന് തോന്നുന്നു പറഞ്ഞു. ഇത് കേട്ടതും നമ്മുടെ സോമൻ അങ്ങോട്ട് ചിരി തുടങ്ങി. ചിരി എന്ന് പറഞ്ഞാൽ നിർത്താത്ത ചിരി. ഞാൻ പോയിട്ട് സോമൻ്റെ അടുത്ത് പോയി ചോദിച്ചു, സോമ ഒന്ന്. അപ്പോൾ സോമൻ എൻ്റെ പുറത്തൊക്കെ തട്ടിട്ട് എൻ്റെ അളിയാ എന്നൊക്കെ പറഞ്ഞിട്ട് സോമൻ ഒരേ ചിരി. ഞങ്ങൾ മെല്ലെ സോമനെ കൊണ്ടുവന്ന് കാറിലിരുത്തി. സോമൻ്റെ അടുത്ത് ചോദിച്ചു, എന്തിനാടാ സോമ നീ ചിരിച്ചത് എന്ന് ചോദിച്ചു. അളിയ നിന്റെ തമാശയ്ക്കാണ് ഞാൻ ചിരിച്ചതെന്ന്. അതായത് അപ്പോഴാണ് ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലായത്, സോമൻ ഒരു 10 മിനിറ്റ് സ്ലോ ആണ്. അതിനുശേഷം ഞങ്ങൾ അവനെ സ്ലോമൻ എന്നാണ് വിളിക്കാറുള്ളത്. ഈ സ്ലോമൻ ഒരു ദിവസം ഞങ്ങളെല്ലാവരും കൂടെ റോഡ് സൈഡിൽ വണ്ടി നിർത്തിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ 2 ചെറുപ്പക്കാർ പിള്ളേർ ഇച്ചിരി കള്ളൊക്കെ അടിച്ചിട്ടുണ്ട്. അവർ വന്നിട്ട് സോമൻ്റെ വണ്ടിയിലിടിച്ച് ഹെഡ്ലൈറ്റൊക്കെ പൊട്ടി. ഞങ്ങൾക്ക് നല്ല ദേഷ്യമായി. ഈ വണ്ടി ഇടിച്ചവന്മാർ തന്നെ നമ്മുടെ സോമനെ ചീത്ത പറയാൻ തുടങ്ങി. അപ്പം ഞങ്ങൾക്കൊക്കെ ഇത് കണ്ടപ്പോൾ ഭയങ്കര ദേഷ്യം. പക്ഷേ സോമൻ ഗാന്ധിനെ പോലെ അനങ്ങാതെ നിൽക്കണം. അപ്പോൾ സോമൻ ഒരു പ്രശ്നമില്ലെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് എന്താണ് പറയുക, ഞങ്ങളും മിണ്ടാതിരുന്നു. പക്ഷെ അവർ പോയ ശേഷം സോമൻ തുടങ്ങി, എൻ്റെ വണ്ടിയിൽ വന്നിട്ട് അവന്മാരിടിച്ചിട്ട് എന്നെയും ചീത്ത പറഞ്ഞിട്ട് അവന്മാർ പോയില്ലേ എന്ന് പറഞ്ഞിട്ട്. അതായത് ഒരു 10 മിനിറ്റ് സ്ലോ ആണ്. അപ്പോൾ സോമന് നാട്ടിലെ ഒരു ഹെഡ് മാസ്റ്ററുടെ മോള് രമ്യയായിട്ട് നല്ല പ്രേമത്തിലായിരുന്നു. അത് സോമൻ അവളോട് മാത്രമേ പറയാത്തുള്ളൂ, ബാക്കി എല്ലാവർക്കും അറിയാം, അവൾക്കും അറിയാം. സോമൻ്റെ സെറ്റപ്പാകെ മാറി. സോമൻ ഒരു ട്യൂട്ടോറിയൽ കോളേജൊക്കെ തുടങ്ങിയപ്പോൾ ഈ രമ്യയ്ക്ക് തിരിച്ച് സോമനോട് സ്നേഹം പറയണമെന്നുണ്ടായിരുന്നു. അപ്പോൾ സോമൻ ഈ അമ്പലത്തിരിക്കുന്ന സമയത്ത് ഒറ്റയ്ക്ക് ഇങ്ങനെ സോമൻ ഇരിക്കുകയാണ്. അപ്പോൾ രമ്യ വന്നിട്ട് പറഞ്ഞു, എനിക്കറിയാം 6-7 കൊല്ലമായിട്ട് സോമേട്ടൻ എന്നെ ഇഷ്ടമാണ്, നമുക്ക് ഒരുമിച്ച് ജീവിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഞാൻ അച്ഛനോട് പറഞ്ഞിട്ട് എന്തായാലും നമ്മുടെ കല്യാണം നടത്തിക്കാനുള്ള ഏർപ്പാട് ചെയ്യാമെന്ന് പറഞ്ഞു. സോമന് ഭയങ്കര സന്തോഷമായി. സോമൻ കണ്ണടച്ചിട്ട് സോമൻ പറഞ്ഞു, നീ ഇല്ലാത്തൊരു ജീവിതം എനിക്ക് സങ്കല്പിക്കാൻ പോലും പറ്റില്ല. നീ എത്രയും പെട്ടെന്ന് വീട്ടിൽ പറഞ്ഞിട്ട് നമ്മുടെ കല്യാണം നടത്തണം. എന്തായാലും എനിക്ക് നിന്നെ കല്യാണം കഴിച്ചേ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഇതിനിടയിൽ ഒരു ട്വിസ്റ്റ് ഉണ്ടായെന്ന് വെച്ചാൽ ഒരു 10 മിനിറ്റ് സമയം എടുക്കുമല്ലോ സോമൻ എന്ന് പറയാൻ. ഈ മാഷുടെ മോള് രമ്യ പോയിട്ട് പാൽക്കാരി ജാനുവിൻ്റെ മോള് രമണി അവിടെ വന്നിട്ടുണ്ടായിരുന്നു. രമണിയാണിത് കേട്ടത്. രമണി വീട്ടിൽ പോയി പറഞ്ഞു, വീട്ടിൽ പട്ടാപ്പകലൊരു പെൺകുട്ടിയോട് പ്രേമം പറഞ്ഞിട്ട് അത് നടന്നില്ല എന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ട് അവസാനം സോമൻ ജാനുവിൻ്റെ മകളെയാണ് കല്യാണം കഴിച്ചത്. സോമൻ ഈ ട്യൂട്ടോറിയൽ കോളേജൊക്കെ തുടങ്ങിയിട്ട് സോമൻ അവിടെ ഇരിക്കുന്ന സമയത്ത് ഞാനൊരു ദിവസം സോമനൊരു ബുള്ളറ്റ് മേടിച്ചു. ഒരു സെക്കൻഡ് ഹാൻഡ് ബുള്ളറ്റ് മേടിച്ചിരിക്കുകയാണ് സോമൻ. അപ്പോൾ ഞാനിങ്ങനെ സോമൻ്റെ ട്യൂട്ടോറിയൽ കോളേജിൽ പോയി സോമനോട് ചോദിച്ചു, എടാ ബുള്ളറ്റ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ എനിക്കറിയാമല്ലോ സ്വാഭാവികമായും സോമൻ ഒരു 10 മിനിറ്റ് ആയിരിക്കും സോമൻ ഇതിന് മറുപടി പറയാനെടുക്കും. ഞാൻ മൊബൈലൊക്കെ നോക്കിയിരുന്നു. ആ സമയത്ത് നമ്മുടെ ദാസേട്ടൻ, നാട്ടിലൊരു ചെറിയ ഗുണ്ടയാണ്, ദാസേട്ടൻ വന്നിട്ട് മകൾ അവിടെ ചേർത്തിട്ടുണ്ട്. മകൾ പഠിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി വന്നതാണ്. ദാസേട്ടൻ ചോദിച്ചു, എൻ്റെ മകൾ എങ്ങനെയുണ്ടെന്ന്. ഉടനെ സോമൻ പറഞ്ഞ മറുപടി, ഫ്രണ്ടിൽ നിന്ന് നോക്കിയാലും ബാക്കിൽ നിന്ന് നോക്കിയാലും 100% സൂപ്പറാണെന്ന്. 2 അടി ദാസേട്ടൻ്റെ കയ്യിൽ നിന്ന് കിട്ടി, 2 പല്ലും പോയി സ്ലോമൻ്റെ. ഇതാണ് സ്ലോമൻ്റെ കഥ. ഇനിയും പുള്ളോടൻ കഥകളുമായിട്ട് വീണ്ടും ഒരിക്കൽ വരാം. താങ്ക്സ്. പ്രവീൺ ചേട്ടാ പറയൂ. നല്ല കഥയായിരുന്നു കേട്ടോ. താങ്ക് യു. സ്ലോമൻ എന്ന് പറഞ്ഞതൊക്കെ ഭയങ്കര രസമായിട്ടാണ്, ഞാൻ ഒത്തിരി ചിരിച്ചു. പ്രവീണേ, പറയൂ സാർ. ആരെയും ഉപദ്രവിക്കാതെ ആരെയും ശല്യം ചെയ്യാതെ ചുമ്മാ നിന്ന് കുറച്ച് പാലക്കാടൻ ശൈലിയിൽ ഒരു സ്റ്റോറി മണിയേട്ടൻ്റെയും സ്ലോമൻ ചേട്ടൻ്റെയും. അതെ അതെ. ഫൺസ് അപ്പോൺ എ ടൈം എന്ന് പറഞ്ഞ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കണം എന്ന് അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു അല്ലേ? ഉണ്ടായിരുന്നു. അതിനുവേണ്ടി നിരന്തരം പരിശ്രമിച്ചു. അതെ. ഒരുപാട് കഥകൾ കൊണ്ടുവന്നു. അതിൽ നിന്ന് ലാസ്റ്റാണ് മണിയഞ്ചേട്ടനെയും സോമൻ ചേട്ടനെയും എടുത്തത്. അതിൽ ഉള്ളതിൽ നല്ല നല്ല സംഭവങ്ങൾ കോർത്തിണക്കി നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് അത് കൊണ്ടുവന്ന് ഇവിടെ വന്ന് അവതരിപ്പിച്ചു. താങ്ക് യു. ഓ
എനിക്ക് പ്രവീണിനെ ഒബ്സർവ് ചെയ്തപ്പോൾ തോന്നിയത് ഭയങ്കര പരിശ്രമശാലിയാണ് പുള്ളി. ആഗ്രഹമാണ് പുള്ളിയെ ഈ സ്റ്റേജിൽ കൊണ്ടുവന്ന് എത്തിച്ചത്. അതെ അതെ സത്യല്ലേ? അതെ അതെ അതെ. ഇദ്ദേഹം പറഞ്ഞ ഈ മണിയൻ എന്നൊക്കെ പറഞ്ഞ ആള് നമുക്ക് കറക്റ്റ് പരിചയമുള്ള ആൾക്കാരാട്ടോ. പിന്നെ ഈ കുറെ സമയം കഴിഞ്ഞിട്ട് നേരത്തെ പറഞ്ഞ കാര്യത്തോട് പ്രതികരിക്കുക, ഓർത്ത് വയ്ക്കുന്നത്. ഇയാളെയും നമുക്ക് പരിചയമുള്ള ആളാണ്. ഈ രണ്ട് ക്യാരക്ടേഴ്സും നല്ല പരിചയമുള്ളവരാണ്. ആ രണ്ട് പേരെ വെച്ച് കുറേ ഇവന്റ്സ് പ്രവീൺ ഉണ്ടാക്കി എന്നുള്ളത് വലിയ കാര്യമാണ് കേട്ടോ. ഗംഭീരമായി. താങ്ക് യു. ഈ എക്സ്പ്രഷൻ ഇച്ചിരി വൈകി കിടക്കുന്ന ഒരു സുഹൃത്തുണ്ടായിരുന്നു എനിക്ക്. ഭയങ്കര കോമഡിയാണ്. കാരണം നമ്മൾ പറയുന്നതിനല്ല പുള്ളി എക്സ്പ്രഷൻ ഇടുന്നത്. നമ്മൾ ഒരു ഇതിന് മുമ്പ് പറഞ്ഞ കാര്യം തന്നെ ഇപ്പൊ എക്സ്പ്രഷൻ ഇടുള്ളൂ. ഞാൻ ഒരു കാര്യം ചോദിക്കാം, എങ്ങനെ പുള്ളി എക്സ്പ്രഷൻ ഇടുന്നത്? ഞാൻ അതാ പറയാം. ഇപ്പൊ ഞാൻ പറഞ്ഞിരുന്നത് പുള്ളിയെ ഞാൻ അപ്പം ചേട്ടൻ വന്നിട്ട് പറയണം, ബോട്ട് മുങ്ങി 30 പേര് മരിച്ചു, 2 പേര് രക്ഷപ്പെട്ടു. എന്റെ ചേട്ടാ, ബോട്ട് മുങ്ങി 30 പേര് മരിച്ചു, 2 പേര് രക്ഷപ്പെട്ടു, രക്ഷിക്കാൻ പോയ ഒരാള് മരിച്ചു. ഭാഗ്യം. ഇങ്ങനെ മാറി മാറി കിടക്കുന്നേ എക്സ്പ്രഷൻ 2 സെക്കൻഡ് തള്ളി വെച്ചേക്കുന്ന പുള്ളിയുടെ. ഇങ്ങനെ ഒരാളുണ്ടായിരുന്നു. എനിക്ക് പുള്ളിയുടെ കാര്യമൊക്കെ ഓർമ്മ വന്നു നിങ്ങൾ പറഞ്ഞപ്പോ. ഗംഭീരമായി കേട്ടോ. പിന്നെ പിഷാരടി, ഓ പുതിയ സിനിമാ വിശേഷങ്ങളൊക്കെ എന്തൊക്കെയാണ്? പുതിയ സിനിമ, എൻ്റെ അടുത്ത സിനിമയുടെ എഴുത്തുപണികൾ ഏകദേശം പൂർത്തിയാക്കി. 2022 പകുതിയോടുകൂടി പടം തുടങ്ങാനുള്ള പ്ലാനിലാണ് ഇരിക്കുന്നത്. അത് ശരി. അപ്പൊ കാസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞോ? അത് മെയിൻ കാസ്റ്റ് ഒക്കെ ആയി, പക്ഷെ അതിപ്പോ നമുക്ക് പുറത്ത് പറയാറായിട്ടില്ല. ബാക്കി എല്ലാ കാസ്റ്റിങ്ങുകളും കഴിഞ്ഞു. ഇനി ഒരു വേഷത്തിനും കൂടെ ആളെ കിട്ടാനുണ്ട്. ഒരു വേഷം? ഒരൊറ്റ വേഷത്തിനും കൂടെ ആളെ കിട്ടാനുണ്ട്. ഒരാള് ഇതെന്താ ഇവിടെ? അല്ല, ചായ എന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ വേണ്ട. അല്ല, കുറെ നേരം ഇരിക്കാം, ഒരു ചായ കുടിക്കും. വേണേ കുടിച്ചോ, പുള്ളി ചായ എടുത്തോണ്ട് തരും. ബുദ്ധിമുട്ടൊന്നുമില്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഇല്ല, വേണ്ട വേണ്ട. അല്ല, ഒരു ചായ എങ്കിലും കുടിച്ചു. പുള്ളി നിർബന്ധിക്കുന്ന ചായ കുടിച്ചോ? ഇല്ല, എനിക്ക് വേണ്ട. നമുക്ക് ആ മറ്റേ ബാക്കി കാര്യം പറയുന്നത്. അതില് ഒരാളുടെ കൂടെ വേഷമാണ് നമുക്കിപ്പോ ബാക്കിയുള്ളത്. അത് ഈ ഒരു കൊലപാതകം നടക്കുന്നത് നെൽപ്പാടത്ത് വെച്ചാണല്ലോ. അപ്പൊ ഈ നെൽപ്പാടത്ത് വെച്ച് നടക്കുന്നത് കാരണം അതിന് സാക്ഷി പറയുന്ന, ഈ കൊലയ്ക്ക് സാക്ഷി പറയുന്ന ഒരു കർഷകന്റെ വേഷമുണ്ട്. ഈ കർഷകന്റെ വേഷം ചെയ്യാനാണ് നമുക്ക് നിലവിൽ ഒരാളെ കൃത്യമായിട്ട് കിട്ടിയിട്ടില്ലാത്തത്. അതിനൊരു ആപ്റ്റായിട്ടുള്ള ആളെ കിട്ടിയാൽ നമ്മൾ അപ്പം തന്നെ നമ്മുടെ ഷൂട്ടിംഗ് തുടങ്ങാനുള്ള അവസ്ഥയിലാണ് നമ്മൾ നിൽക്കുന്നത്. വയൽക്കിളികളെ, ആ നെല്ലൊന്നും കൊത്തി തിന്നല്ലേ. ഞാൻ മണ്ണിന്റെ മണമുള്ള കർഷകനാ, പാവം കർഷകൻ. ഇത് ഈ വിഷയം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ നമ്മൾ കർഷകനായിട്ട് ഒരാളെ കാസ്റ്റ് ചെയ്യുന്നുള്ള രീതിയിലാണ് സംസാരിച്ചത്. പ്രൊഡക്ഷൻ പാർട്ടിയിൽ നിന്നും നമ്മുടെ എഴുത്തുകാരന്റെ ഭാഗത്തു നിന്നൊക്കെ പറഞ്ഞൊരു ചെറിയ സെഷൻ എന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരു കർഷകനാണെങ്കിൽ ഈ ഓപ്പോസിറ്റ് സൈഡ് ടീമുകൾക്ക് ചിലപ്പോൾ പെട്ടെന്ന് തന്നെ പുള്ളിക്കാരെ തോപ്പിക്കാൻ പറ്റും. അപ്പം ഈ സാക്ഷി പറയുന്ന ആളൊരു കരാട്ടെ അറിയാവുന്ന ആളാണെങ്കിൽ നമുക്കൊരു ഫൈറ്റിനൊരു സ്കോപ്പും കൂടെ വരും. അയാളും ഈ സാക്ഷിയും മറ്റേവരും കൂടെ ഒരു സാധനം കൊടുക്കുക. അയാൾ ഭയങ്കര ഈ പാർക്കർ ചെയ്യൂലേ, ചാടി മറിഞ്ഞു പോകുന്നതൊക്കെ, അതൊക്കെ ചെയ്യുന്ന ഒരാളാണ് നമ്മുടെ ശരിക്കും ക്യാരക്ടറായിട്ട് നമ്മൾ ഉദ്ദേശിച്ചേക്കുന്നത്. പക്രുചേട്ടൻ എന്ത് തോന്നുന്നു? സബ്ജക്റ്റ് ആയിട്ട് എന്ത് തോന്നുന്നു? അല്ല, എനിക്ക് ഒരു ചെറിയൊരു സജഷൻ ഇതിനകത്ത് പറയാനുള്ളതേ, ഈ 2 കാര്യങ്ങൾ കേട്ടതിനേക്കാളും എന്റെ ഒരു ഐഡിയ തോന്നുന്നത് ഒരു നിയമക്കുരുക്കിലേക്ക് ആയിരിക്കുമല്ലോ ഇത് പോകുന്നത്. കേസിൽ കോടതിയിലാണ് സാക്ഷി പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു അഡ്വക്കേറ്റ് ആയാൽ എങ്ങനെയുണ്ടാവും? ഒരു അഡ്വക്കേറ്റ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ. ഒബ്ജക്ഷൻ യുവർ ഓണർ. ഗാന്ധിജി had no high regard for his ability, but he was very careful about his character. Yes, your honor. അതിന് കുഴപ്പമുണ്ടോ? അതറിയോ, അവ ചിലപ്പം ഇത് ഒരു അഡ്വക്കേറ്റ് ആണെങ്കിൽ ഇയാൾ ഇത് വാദിച്ച് ജയിക്കുമെന്ന് ഭയങ്കര പ്രഡിക്റ്റീവ് ആയിട്ടുള്ളൊരു കഥ വരും. അപ്പം ഇപ്പൊ കർഷകനോ ദുർബലനായിട്ടുള്ള ഒരാളാണെങ്കിൽ ഇയാൾക്ക് ജയസാധ്യത കുറവാണ്. വില്ലൻ തന്നെ ജയിക്കുമെന്ന് ആൾക്കാർ തീരുന്നവരെ വിചാരിച്ചിരിക്കുന്നു. അപ്പം നമ്മളിപ്പോൾ ആലോചിച്ചത്, ഇയാൾ ഏത് പ്രൊഫഷനുള്ള ആളാണെങ്കിലും ഇയാളൊരു ഉദാഹരണത്തിന് എന്തോ ഒരു അപകടത്തിൽ പറ്റിയിട്ട് ശാരീരികമായി പരാധീനതകൾ വന്നിട്ടുള്ള ഒരാളാണ്, ഒരു പരിമിതികളുള്ള ആളാണെങ്കിൽ അയാൾ ഒരിക്കലും ഇവരോട് ഫൈറ്റ് ചെയ്ത് ജയിക്കില്ലെന്നൊരു ചിന്ത വരാനുള്ള സാധ്യതകളുണ്ടല്ലോ. ശാരീരിക പരാധീനതകളുണ്ടെങ്കിൽ പിന്നെ ജയിക്കാനുള്ള സാധ്യത നല്ലൊരു ഐഡിയ അത്.
അല്ലേ? നല്ലൊരു ഐഡിയ ആണ്. ശാരീരികമായ പരാധീനത. അതായത് ഇയാൾക്ക് മറ്റവരെ തോപ്പിക്കാൻ പറ്റരുത്. അത് മാത്രമല്ല, ഓഡിയൻസിന്റെ ഒരു ചെറിയൊരു സെന്റിമെന്റ്സ് ഇയാൾക്ക് കിട്ടുകയും ചെയ്യും. ചേട്ടൻ എന്ത് തോന്നുന്നു? എനിക്ക് തോന്നുന്നു അങ്ങനെ അല്ല. ഞാനൊരു കാര്യം പറയട്ടെ, നമ്മൾ നല്ല സൗഹൃദമാണ്, നല്ല സംഭവങ്ങളൊക്കെ ഉണ്ട്. അങ്ങനത്തെ ഒരു കുറവ് നമുക്കൊരു സാക്ഷി പോരെ. അതെ, സാക്ഷിയെ പറയുന്ന സാധനം വേണം. പിന്നെ ശാരീരികമായിട്ട് എന്തെങ്കിലും ഒരു കുറവ് അങ്ങനെ കുറവെന്നല്ല ഞാൻ പറയാം, ഇയാൾക്ക് മറ്റേ തോപ്പിക്കാൻ പറ്റരുത്. അത്ര അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യട്ടെ, ഞാൻ ആ വേഷം ചെയ്യാം. ചേട്ടൻ ആ വേഷം ചെയ്യുക എന്ന് പറയുന്നത് എൻ്റെ സിനിമയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരു സന്തോഷം മാത്രമേ ഉള്ളൂ. ഞാൻ ചേട്ടനാണ് ആ വേഷം ചെയ്യുന്നതെങ്കിൽ ഒരു കൺഫ്യൂഷൻ വേണ്ട, ഉറപ്പായിട്ടും ഫിക്സ് നമ്മൾ ആ വേഷം ചെയ്യുന്നു, പോയിരിക്കുന്നു. കൺഗ്രാറ്റ്സ്, താങ്ക് യു വെരി മച്ച്. ചേട്ടാ ഒരു കാര്യം ഇവിടെ പറഞ്ഞ് ഫിക്സ് ആക്കിയായിരുന്നു. നേരത്തെ ഓഫർ ചെയ്ത ചായയും കൊണ്ട് ഒരു ചായ കുടിച്ചേക്കാം. പിന്നെ തനിക്കൊക്കെ ചായ കൊണ്ട് തരാൻ ഞാൻ ഇവിടെ ഇരിക്കുകയല്ലേ. ചായ വേണമെങ്കിൽ ഉറപ്പ് എടുത്ത് കൊടുക്കണം. ചായ കൊണ്ടൊന്ന് തൊടുപുഴയിൽ നിന്നും തമാശകളുടെ തൊടുകുറി ചാർത്താൻ എത്തിയിരിക്കുന്നു ജോമറ്റ്. ലെറ്റ്സ് വെൽക്കം ജോമറ്റ്. നമസ്കാരം. നമസ്കാരം രമേശേട്ടാ. പൊളിക്കുമെന്ന് പൊളിക്കും തീർച്ചയായും. ഫുൾ കോൺഫിഡന്റ് ആയിട്ടാ വന്നിരിക്കുന്നത്. തീർച്ചയായും. ചേട്ടാ ജോമറ്റ്. ബ്രദർ അടിച്ച് പൊളിച്ചോ. തീർച്ചയായും ഞാൻ ഇവിടെ. താങ്ക് യു. ജോമറ്റിനെ ഇപ്പൊ നമ്മുടെ സ്റ്റേജിലേക്ക് കൊണ്ടുവന്നത് യാദൃശ്ചികമായിട്ട് നമ്മളോടൊപ്പം ഇന്ന് ഈ തമാശ നിമിഷങ്ങൾ പങ്കുവെക്കാൻ വന്നിട്ടുള്ള വിദ്യാർത്ഥിനികളിൽ ഒരാളാണ്. എന്താണ് പേര്? അർഷീന പർവീൻ. അർഷീന പർവീന്റെ വീട് എവിടെയാ? ചാവക്കാട്. ഏത് കോളേജിലാണ് പഠിക്കുന്നത്? പിസാറ്റ് കോളേജ്. എന്താ പഠിക്കുന്നത് അവിടെ? TMRT. അതെന്താണ് മോളെ? എക്സ്റേയുടെ എക്സ്റേ കോഴ്സാണ്. എക്സ്റേയുടെ കോഴ്സാണോ? അങ്ങനെ പറയണം. എന്നാ പറ, DMRT ഫുൾ ഫോം എന്താ? ഡിപ്ലോമ മെഡിക്കൽ റേഡിയോളജിക്കൽ ടെക്നീഷ്യൻ. കറക്റ്റ്. അത് കറക്റ്റാന്ന് എനിക്കറിയായിരുന്നു, ഒരു സംശയമില്ലായിരുന്നു കേട്ടാ. ഇങ്ങനെ ഇവിടെ ഇരുന്ന് ഓരോന്ന് പഠിക്കുവല്ലേ. ഇതാണ് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം, തൊഴിൽ ചെയ്യുന്നതിന്റെ ഇടയിൽ വിദ്യാഭ്യാസം. താങ്ക് യു വെരി മച്ച് കേട്ടാ. താങ്ക് യു. ഇരുന്നോളൂ, മോൾ ഇരുന്നോളൂ. ഓൾ ദി ബെസ്റ്റ് ചേട്ടാ. താങ്ക് യു. തുടങ്ങാം. തീർച്ചയായും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഇപ്പം ഞാൻ എൻ്റെ നാട്ടിലുള്ള എനിക്കും എൻ്റെ നാട്ടുകാർക്കും സംഭവിച്ച ചില കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ ഇന്നോട് പറയാൻ പോകുന്നത്. എൻ്റെ വീടിൻ്റെ അടുത്ത് ഈ ജ്യൂസ് ഉണ്ടാക്കുന്ന ഒരു കമ്പനിയുണ്ട്. ആ കമ്പനിയിൽ ഭായിമാർ ജോലി ചെയ്യുന്നുണ്ട്, ചേച്ചിമാർ ജോലി ചെയ്യുന്നുണ്ട്, അങ്ങനെ ഒരുപാട് പേര് ജോലി ചെയ്യുന്നുണ്ട്, വീടിൻ്റെ അടുത്തുള്ള ഒരുപാട് പേര്. അപ്പോൾ അതിലൊരു ഭായി ഒരു ദിവസം അവിടുത്തെ മുതലാളിയുടെ അടുത്ത് എന്ന് പറഞ്ഞു, സാറേ എനിക്ക് കല്യാണം നിശ്ചയിച്ചു, അപ്പോൾ എനിക്ക് നാട്ടിൽ പോകണം, എനിക്ക് അതുകൊണ്ട് ശമ്പളം കൂട്ടി തന്നെ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ മുതലാളി പറഞ്ഞു, എടോ ഈ കമ്പനിയിൽ വെച്ച് നടക്കുന്ന എന്തെങ്കിലും അപകടങ്ങൾക്കേ തനിക്ക് ഇവിടുന്ന് ശമ്പളം തരാൻ പറ്റുള്ളൂ. പുറത്തു പോയി എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ അതിന് കമ്പനി യാതൊരു ഉത്തരവാദിത്തമല്ല. പിന്നെ ഞങ്ങൾ +2 പഠിക്കുന്ന സമയത്ത് ബസ്സിലാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ബസ്സിൽ പോയിക്കൊണ്ടിരുന്ന സമയത്ത് എൻ്റെ ഫ്രണ്ടും ഉണ്ട്. അപ്പോൾ രാവിലെ നല്ല തിരക്കാണ്, ജോലിക്ക് പോകുന്നവർ കോളേജിൽ പോകുന്നവരൊക്കെ അങ്ങനെ നല്ല തിരക്കാണ്. അപ്പോൾ എൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഒരു ഫ്രണ്ട്, അവൻ്റെ ഫ്രണ്ടിൽ ഒരു ചേച്ചി ഇപ്പുണ്ടായിരുന്നു. അപ്പോൾ ബസ് ഇടയ്ക്കൊന്ന് വളവ് വീശി കഴിഞ്ഞപ്പോഴത്തേക്കും ഒന്ന് ബ്രേക്ക് ഇട്ടു. അപ്പോൾ പിന്നെ അറിയാണ്ട് അവൻ്റെ ഫ്രണ്ടിൽ നിന്ന് ചേച്ചിയുടെ കാലയിൽ അറിയാണ്ടൊന്ന് ചവിട്ടി. അപ്പോൾ നല്ല ഹീലുള്ള ഷൂ ആയിരുന്നു. അപ്പോൾ ഈ ചേച്ചി തിരിഞ്ഞ് നിന്നിട്ട് അവനോട് പൊരിഞ്ഞ ചീത്ത, നീയൊക്കെ എവിടെ നോക്കിയാൽ നടക്കണേ, രാവിലെ മനുഷ്യൻ്റെ കാലൊടിക്കാൻ വന്നേക്കുവാണ്, അതാണ് ഇതാണെന്ന് പറഞ്ഞ് പൊരിഞ്ഞ ചീത്ത. ഇവന് നോക്കിയപ്പോൾ ഇതെല്ലാം കേട്ടുകൊണ്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുക, ഒരക്ഷരം പോലും ഉണ്ടല്ലോ, സോറി പോലും പറയുന്നില്ല. അപ്പോൾ ഞങ്ങളുടെ ബസ് ഇറങ്ങേണ്ട സ്ഥലമായി, ഞങ്ങൾ ഇറങ്ങി, ബസ് സ്റ്റോപ്പിൽ ചെന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അവനോട് ചോദിച്ചു, എടാ ആ ചേച്ചി നിന്നെ അമ്മാതിരി ചീത്ത പറഞ്ഞല്ലേ, എന്നിട്ട് നീ എന്നൊരു സോറി പോലും പറയാത്തേ? അപ്പോൾ അവൻ എന്നോട് പറയാ, എടാ ഞാൻ ആ ചേച്ചിയുടെ കാലിൽ അറിയാണ്ടൊന്ന് ചവിട്ടിയപ്പോൾ ആ ചേച്ചി എന്നെ അമ്മാതിരി ചീത്ത പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ആ ചേച്ചിനെ കിട്ടിയേക്കേണ്ട പുള്ളിക്കാരൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ. പിന്നെ എൻ്റെ വീടിൻ്റെ അടുത്ത് റേഡിയോയിൽ ജോലി ചെയ്യുന്നൊരു ചേട്ടനുണ്ട്. അപ്പോൾ ആ ചേട്ടൻ്റെ കല്യാണം കഴിഞ്ഞു, അവർ കുറച്ച് നാളായി, അവർക്ക് കുട്ടികളൊന്നുമില്ല, 5-8 വർഷമായി, കുട്ടികളൊന്നുമില്ല. അപ്പോൾ വീടിൻ്റെ അടുത്തുള്ള ചേച്ചി വന്നിട്ട് ചോദിച്ചു, മോളെ കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും നാളായില്ലേ, നിങ്ങൾക്ക് കുട്ടികളൊന്നും ഇല്ലേ, വിശേഷമൊന്നും ആയില്ലല്ലോ എന്ന് ചോദിച്ചു. അപ്പോൾ ഈ പുള്ളിക്കാരത്തി പറയാണ്, എൻ്റെ പൊന്നു ചേച്ചി എന്നാ പറയാനാ, പുള്ളിക്കാരൻ എന്നും വൈകുന്നേരം രാത്രി ഒരു 10 മണിയാകുമ്പോൾ ചോറൂണ് കഴിഞ്ഞിട്ട് എന്നോട് പറയും, ഇന്നത്തെ സംപ്രേഷണം അവസാനിച്ചിരിക്കുന്നു, ശുഭരാത്രി എന്ന് പറഞ്ഞിട്ട് പോയി കിടന്ന് ഉറങ്ങുന്നത്. പിന്നെ എന്നാ ചെയ്യാനാണ്. അപ്പോൾ ഇതുപോലെ എൻ്റെ ഒരു 3-4 സുഹൃത്തുക്കൾ ഞങ്ങൾ വൈകുന്നേരം ഇങ്ങനെ സൊറ പറയുന്ന സമയത്ത് എൻ്റെ ഒരു കൂട്ടുകാരൻ എന്നോട് പറഞ്ഞു, എടാ കഴിഞ്ഞ ഓണത്തിന് ഞാൻ എൻ്റെ ഭാര്യേനെ കൊണ്ട് ഡ്രസ്സ് എടുക്കാൻ പോയിട്ട് ഒരു ദിവസം എടുത്തുകൂടെ ഡ്രസ്സ് എടുക്കാൻ. ഈ പെണ്ണുങ്ങളെ കൊണ്ടൊക്കെ പോയി കഴിഞ്ഞാൽ വലിയ പാടാന്നേ. അപ്പോൾ കൂടെ വെക്കണേ അവൻ പറയാം, നിൻ്റെ ഭാര്യേനെ കൊണ്ട് പോയിട്ട് ഒരു ദിവസമല്ലേ ഡ്രസ്സ് എടുക്കാൻ ശ്രമിച്ചുള്ളൂ എന്ന്. ഞാൻ എൻ്റെ ഭാര്യേനെ കൊണ്ട് പോയിട്ട് ഒരു കട സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവൾ ഒരു ദിവസം എടുത്തു വന്നു.
പിന്നെ എൻ്റെ ഒരു ശരത്ത് എന്ന് പറഞ്ഞ ഫ്രണ്ട് ഉണ്ട്. അവന് ഈ അത്യാവശ്യം ഈ വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ ഭയങ്കര ഫോട്ടോ ഒക്കെ ഇടുന്ന ഒരു കൂട്ടത്തിലുള്ളതാണ്. അപ്പോൾ അവന് ഈ സ്വയം തൊഴിലിന് വേണ്ടിയിട്ട് ലോൺ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും അത് കുടിശ്ശികയായി, ബാങ്കിൽ നിന്ന് ജപ്തിയായി കഴിഞ്ഞപ്പോഴത്തേക്കും ഇവൻ്റെ ഫോട്ടോയും ഇതൊക്കെ ബാങ്കിൻ്റെ നോട്ടീസ് ബോർഡിൽ ഇട്ടു, പേപ്പറിലൊക്കെ ഇട്ടു. അപ്പോൾ ഇവരിത് കണ്ടു കഴിഞ്ഞിട്ട് ഓടി ബാങ്ക് മാനേജറെ തന്നു. എന്നിട്ട് പറഞ്ഞു, സാർ എന്ത് പരിപാടിയാണ് കാണിച്ചേ, സാർ എന്നോട് ഒരു വാക്ക് പറയാൻ പാടില്ലായിരുന്നോ? അപ്പോൾ ബാങ്ക് മാനേജർ അടുത്ത് ഇപ്പോൾ പൈസ അടച്ചേക്ക് വന്ന് ചൂടാണേന്ന് മാനേജറെ അടുത്ത്. അപ്പോൾ പറഞ്ഞു, താൻ പൈസ അടച്ചോ? അപ്പോൾ പറഞ്ഞു, ഇല്ല. പിന്നെ ഇത് ബാങ്കിൻ്റെ റൂളാണ്, ജപ്തി ചെയ്യുന്ന ആളുടെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ ന്യൂസിലിടണം, നോട്ടീസ് ബോർഡിൽ ഇടുന്നുള്ള റൂളാണ് എന്ന് പറഞ്ഞു. അന്നേരം പറയാ, എൻ്റെ പൊന്ന് സാറേ, സാറിന് ഒരു വാക്ക് എന്നോട് നേരത്തെ പറഞ്ഞായിരുന്നെങ്കിൽ എൻ്റെ നല്ല കളർ ഫോട്ടോ ഞാൻ തല്ലായിരുന്നോ? ഇത് എന്ത് കൂതറ ഫോട്ടോ ഇട്ടായിരുന്നു. പിന്നെ 8ാം ക്ലാസ് പഠിക്കുന്ന ഒരു കൂട്ടുകാരനുണ്ട് നമ്മുടെ വീടിൻ്റെ അടുത്ത്, ഒരു പയ്യനാണ്. അപ്പോൾ അവനോട് എന്ത് ചോദിച്ചാലും അവൻ തർക്കുത്തരേ പറയുള്ളൂ. ഇങ്ങോട്ട് പാടാന്ന് പറഞ്ഞാൽ നീ പോടാന്ന് പറയും. ആ ഒരു സ്വഭാവമാണ്. അപ്പോൾ ഒരു ദിവസം അവൻ്റെ പരീക്ഷ കഴിഞ്ഞു, പേപ്പർ കൊണ്ടുപോയി സാറ് കൊണ്ടേ കൊടുത്തു, 5 മാർക്ക്. അപ്പോൾ ഈ സാറ് അവനെ വിളിച്ചിട്ട് പറഞ്ഞു, ഡാ നാണമില്ലേ ഈ എന്നും ഈ 5ഉം 10ഒക്കെ മാർക്ക് മേടിക്കാനായിട്ട് എന്ന് പറഞ്ഞിട്ട് സാറ് കുറേ വഴക്ക് പറഞ്ഞു. അപ്പോൾ ഇവനെ സാറിനോട് ചോദിക്കുക, മാഷേ ഈ പേപ്പർ കണ്ടോ, ഇതിനകത്ത് ഓരോ അക്ഷരം പോലും എഴുതിയിട്ടില്ല, അതിന് മാഷ് 5 മാർക്ക് കിട്ടു. അപ്പോൾ പിന്നെ സാറിനോട് ഞാൻ എന്നാ പറയേണ്ടത്. പിന്നെ എൻ്റെ ഒരു കൂട്ടുകാരൻ ഹണിമൂൺ കഴിഞ്ഞ സമയത്ത് ആ ഹണിമൂണിൻ്റെ സമയത്ത് സിനിമ കാണാൻ പോയി തിയേറ്ററിൽ. അങ്ങനെ നല്ല ആകാംക്ഷയോടെ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് കറണ്ട് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും എന്തോ ചെറിയ കംപ്ലൈൻ്റ് ആയിരുന്നു. 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും കറണ്ട് വന്നു. അന്നേരം ഇവൻ പയ്യെ അവൻ്റെ ഭാര്യയോട് പറയാ, എടീ ഇത്രയും നേരം കറണ്ട് പോകുമായിരുന്നെങ്കിൽ നിനക്ക് ഞാനൊരു ഉമ്മ തന്നേനെന്ന് പറഞ്ഞു. അപ്പോൾ ഭാര്യ പറയാ, അപ്പോൾ ചേട്ടനല്ലേ ഇപ്പം എനിക്ക് ഉമ്മ തന്നേന്ന്. നമ്മളൊക്കെ പൊതുവെ നടന്നു പോകുമ്പോൾ ഇടയ്ക്കൊന്ന് തെന്നി വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആരും കാണാതെ തിരിച്ചു കഴിഞ്ഞേക്കാൻ നോക്കും, അല്ലേ? പക്ഷേ ജീവിതത്തിൻ്റെ ഒരു വഴിയിൽ നമ്മളൊന്ന് ഇടയ്ക്കൊന്ന് വീണ് പോയി കഴിഞ്ഞാൽ എല്ലാവരും കാണുന്ന പോലെ നമ്മൾ തിരിച്ചു കഴിഞ്ഞിട്ട് വരണം. എല്ലാവർക്കും എല്ലാ നന്മകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ചേട്ടാ എക്സലന്റ് ആയിരുന്നു, എക്സലന്റ്. താങ്ക് യു. നല്ലൊരു കഥ പറഞ്ഞു, അതിൽ കുറേ ചിരിക്കാനുണ്ടായിരുന്നു, നല്ലൊരു അഡ്വൈസ് ഉണ്ടായിരുന്നു. ജോമറ്റ് എന്തോ വളരെ നല്ലൊരു അവതരണമായി. താങ്ക് യു ചേട്ടാ. ചെറിയ ചെറിയ നർമ്മങ്ങൾ കോർത്തിണക്കി വളരെ ഭംഗിയായിട്ട് പ്രസൻറ്റ് ചെയ്തു എന്നുള്ളതാണ്. താങ്ക് യു. അതിനകത്തൊരു കൺഫ്യൂഷനോ അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസിൻ്റെ കുറവോ അങ്ങനെ ഒന്നുമില്ല. ആകെ കണ്ടൊരു ചെറിയൊരു പ്രശ്നം, ഇവിടെ ഇത്രയും പെൺകുട്ടികൾ ഇവരെ ആരെങ്കിലുമൊക്കെ ഒന്നിടയ്ക്ക് നോക്കായിരുന്നു. ഓഡിയൻസിനെ നോക്കിയില്ല, ഈ ഒരു ഏരിയയിലേക്ക് നോക്കിയിട്ടാണ് ഈ തമാശകളൊക്കെ. നമ്മുടെ സുഹൃത്തുക്കളാണ്, നമ്മുടെ കൂട്ടുകാരാണ്. അപ്പം നമ്മളിങ്ങനെ പറയുന്നത് പോലെ തന്നെ ഉള്ള രീതിയിൽ ഞങ്ങളെ മാത്രം ഇങ്ങനെ കണ്ടിട്ട് ഓരോരോ കഥകൾ പറഞ്ഞു എന്നുള്ളത്. അവരുടെ നേരെ നോക്കി എൻ്റെ റിലേ പോവും, അതാ കുഴപ്പം. അതെന്താണ് ആദ്യം നമുക്ക് അല്ലേ അതറിയണം, അതിലേ പോകാനുള്ള കാരണം അറിയണം. അത് പറഞ്ഞിട്ട് മതി ഇനി ബാക്കി പരിപാടി. കാരണം ഈ സ്റ്റോറിയിലകത്തൊക്കെ എങ്ങനെ കിടപ്പുണ്ട്. ആദ്യത്തെ എൻ്റെ ചോദ്യം, ജോമറ്റ് കല്യാണം കഴിച്ചോ? ഇല്ല. ബാച്ചിലർ ആണ് ആള്, അതുകൊണ്ടാണ് ഇത്ര സ്ട്രോങ് ആയിട്ട് ഈ കഥകളൊക്കെ പറഞ്ഞത്. തീർച്ചയായും കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര ധൈര്യം ഉണ്ടാവും തോന്നില്ല. പറഞ്ഞിട്ട് അങ്ങോട്ട് തന്നെ പോകണ്ടേ വീട്ടിലോട്ടല്ലേ. അതുകൊണ്ടാണ് പെൺകുട്ടികളെയൊക്കെ നോക്കാൻ പേടി. കാരണം പറഞ്ഞതിനകത്തൊക്കെ ചില പെൺകുട്ടികളെ കുറിച്ച് അവിടെ ഇവിടെയൊക്കെ ചില സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ബക്രുചേട്ടാ സത്യത്തിൽ എന്നാന്നറിയാമോ, ഈ ഫ്രണ്ട് ഇരിക്കുന്ന എല്ലാം ഒന്നിനൊന്ന് സുന്ദരികളാ. നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ പിടുത്തം വിട്ടുപോയി, അതുകൊണ്ട് അങ്ങോട്ട് നോക്കാത്ത. ഇതിനിടയിൽ നിങ്ങൾ ആരും കാണാത്ത ഒരു എക്സ്പ്രഷൻ, അതായത് പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പലതരത്തിൽപ്പെട്ട എക്സ്പ്രഷനൊക്കെ എടുക്കുന്ന ക്ലാസ് ഉണ്ട്. അതിനെപ്പറ്റി ഗവേഷണം നടത്തുന്ന ഒരു സുധീർ ചാറ്റർജി എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അയാളാണ് എല്ലാ എക്സ്പ്രഷനെ പറ്റിയും കണ്ടുപിടിച്ചിട്ടുള്ളത്. അയാൾ പോലും ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു എക്സ്പ്രഷൻ ഞാൻ ഇപ്പൊ കണ്ടു. അതായത് കാരണം എന്റെ ഫ്രണ്ടിൽ ഇരിക്കുന്നവരെല്ലാം ഒന്നിനൊന്ന് സുന്ദരികളാന്ന് പറഞ്ഞപ്പം സ്റ്റെഫി ഒരു സാധനം ഇട്ടു, സൈഡിൽ നിൽക്കണേന് എന്നതാടാ കുഴപ്പം. അതാണ് ആ എക്സ്പ്രഷന്റെ അർത്ഥം. ഞാൻ കണ്ടായിരുന്നു, ഞാൻ ആ സാധനം ഇടയ്ക്ക് കണ്ടായിരുന്നു. അത് മുഖത്തിന്റെ ഈ ഭാഗത്തായിട്ട് അത് വന്നു. അത് മറക്കാൻ വേണ്ടി ഞാൻ ഞാനത് ശ്രദ്ധിച്ചില്ല. ഒന്നിലൊന്ന് സുന്ദരികളാന്ന് പറഞ്ഞപ്പോ ഞാൻ ഇങ്ങോട്ട് നോക്കി. പക്ഷെ എനിക്കറിയാം അത് എവിടെ അടിക്കുമെന്ന് എനിക്കറിയാം. സത്യം, അതിന്റെ സൈഡ് എഫക്ട് എവിടെയാന്ന് എനിക്കറിയാം. ഇവിടെ ഇങ്ങനെ ആഞ്ഞടിച്ചു, എന്നാലും ഒന്ന് അടുത്ത് നിൽക്കുമ്പോ എന്നെ ഒന്ന് പറയാ, അതില്ല. ജോമറ്റ് ഗംഭീരമായി. ജോമറ്റ് അങ്ങനെ ഏതെങ്കിലും ഒരു കഥയിൽ പിടിച്ചല്ല പറഞ്ഞു, ഒരുപാട് കാര്യങ്ങൾ ജോമറ്റ് പറഞ്ഞു. നല്ല പ്രസന്റേഷൻ ആയിരുന്നു. പിന്നെ ചില ഈ തിയേറ്ററിൽ ഉമ്മ വെച്ച കോമഡി അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു 2-3 വളരെ ജനകീയമായ അല്ലെങ്കിൽ ഇച്ചിരി പോപ്പുലർ ആയിട്ടുള്ള കോമഡികളാണ് അതിനകത്ത് ഉണ്ടായിരുന്നെന്നുള്ളതേ ഉള്ളൂ. നമ്മൾ കേട്ടിട്ടുള്ളതും പണ്ട് തൊട്ടേ പലരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടുള്ളതുമായിട്ടുള്ള 3-4 കോമഡികൾ അതിനകത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതേ ഉള്ളൂ. ഗംഭീരമായിരുന്നു കേട്ടോ. രമേശ് ചേട്ടാ, എൻ്റെ നാട്ടുകാർക്കും എൻ്റെ കൂട്ടുകാർക്കും വേണ്ടിയിട്ട് വൺസ് അപ്പോൺ എ ടൈമിൻ്റെ പേരിൽ ഒരു ബിഗ് ഹായ് പറയാമോ? ഞാൻ ഭയങ്കര ബിഗ് ഹായ് പറയും.
ജോമറ്റിന്റെ കൂട്ടുകാർക്കും നാട്ടുകാർക്കും ആ പ്രദേശത്തുള്ളവർക്കും ഫൺസ് അപ്പോൺ ടൈമിന്റെ വക ഒരു ബിഗ് ഹായ്. താങ്ക് യു കേട്ടോ, താങ്ക് യു. പ്രോഗ്രാം അടിപൊളിയായിരുന്നു. നൈസ്, എക്സലന്റ് ആയിരുന്നു കേട്ടോ. Thank you, thank you. അപ്പൊ അടുത്ത പെർഫോമൻസ് ആയിട്ട് വരണം. തീർച്ചയായും. താങ്ക് യു. എക്സലൻസ് അവാർഡ് സെഗ്മെന്റിൽ എത്തുന്ന ഓരോ അതിഥികളും അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് കുറേ പുതിയ അറിവുകളാണ് ലഭിക്കുന്നത്. ടെലിവിഷൻ പ്രോഗ്രാമുകളിലൂടെയും സ്റ്റേജ് പരിപാടികളിലൂടെയും ഏറെ രസം പകരുന്ന ഒരു കലാകാരനാണ് കൊല്ലം സിറാജ്. ഇന്നത്തെ ഈ എക്സലൻസ് അവാർഡ് സെഗ്മെന്റിൽ അദ്ദേഹത്തെ സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ലെറ്റ്സ് വെൽക്കം കൊല്ലം സിറാജ് കാ. സിറാജക്ക, എത്ര വർഷമായി ഈ തമാശ മിമിക്രി പരിപാടികളൊക്കെ തുടങ്ങിയിട്ട്? ഒരു 42 വർഷമാണ്. ഞാൻ ജയൻ സാറിന്റെ ശബ്ദം ആദ്യമായിട്ട് അന്വേഷിച്ച് കേൾക്കുന്നത് സിറാജിക്കാണ്. ഞാൻ തന്നെയാണ്. കാര്യം ജയൻ സാറ് വില്ലനായിട്ട് അഭിനയിച്ചിട്ടാണ് നായക വേഷം ചെയ്തു തുടങ്ങി. അപ്പം വില്ലനായിട്ട് അഭിനയിക്കുമ്പോഴേ ഞാനത് ശ്രദ്ധിച്ച് ചെയ്യാൻ തുടങ്ങിയിരുന്നു. വളരെ പോപ്പുലറായ ജയൻ സാറിന്റെ പാട്ടുകൾ മാത്രം ഉൾപ്പെടുത്തി വന്ന ഒരു ഓഡിയോ കാസറ്റിന്റെ തുടക്കത്തിൽ ചെറിയ വർത്തമാനത്തിന്റെ പീസുകൾ ഉണ്ടായിരുന്നു. ഉല്ലാസപൂത്രികൾ എന്ന് പറഞ്ഞൊരു കാസറ്റ്. അതിനകത്താണ് ഈ നസീർ സാറും ജയൻ സാറിന്റെ ഒക്കെ ഒരു വർത്താനം ഉണ്ടായിരുന്നു എല്ലാ പാട്ടിന് മുമ്പ്. ചില പാട്ടുകൾ കേൾക്കുമ്പോൾ തന്നെ മനസ്സിന് സന്തോഷം വരും എന്നൊക്കെ പറഞ്ഞു. അത് മുഴുവൻ ചെയ്തത് സിറാജിക്കാണെന്ന് പല മലയാളികൾക്കും അറിയില്ല. അതിനകത്ത് എൻ്റെ പേര് അവർ ചേർത്തിട്ടില്ല. അന്നേ നമ്മളെ തഴഞ്ഞിട്ടിരിക്കുകയാണ്. അതായത് അവതരണം നസീർ ജയൻ, അവരെന്ന് പരലോകത്തൊന്നും ഒന്ന് പറഞ്ഞു. ആ കാസറ്റിൽ അവതരണം നസീർ ജയൻ എഴുതിയേക്കുന്നത്. കൊല്ലം അവര് മരിച്ചിരിക്കുകയാണ് ആ സമയത്ത്. സ്വന്തമായിട്ട് ട്രൂപ്പ് ഏത് വർഷമാണ് തുടങ്ങിയത്? 2007 2007 വരെ ആയിട്ടുണ്ട്. അതുവരെ മറ്റു ട്രൂപ്പുകൾക്ക് വേണ്ടിയാണ് പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്റ്റെഫിക്ക് അറിയാമോ സിറാജിക്ക് അഭിനയിച്ച ഒരു സിംഗിൾ സിനിമ സീൻ? സ്റ്റെഫി പറയാമോ? പറയില്ല. ഞാൻ പറയുമ്പോ അതൊന്നും പറയരുത്. അങ്ങനെ ചിലപ്പോ അറിയായിരിക്കും. അങ്ങനെ പറഞ്ഞു ചിലപ്പോ അത് പറയുമ്പോ അറിയും. പറയും. അല്ല അങ്ങനല്ല. അത് ഞാൻ വേറൊരു കാര്യം പറഞ്ഞോട്ടെ. എനിക്ക് അറിവില്ലായ്മ ഉണ്ട് ഇങ്ങനെയുള്ള. ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഇവിടെ വരുമ്പോൾ നിങ്ങൾ പറയുന്ന ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഞാൻ വണ്ടടിച്ചിരിക്കും. ഇത്രയും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇവിടെ വരുന്നത്. അത് കേൾക്കുമ്പോൾ എന്നെ സംബന്ധിച്ചൊക്കെ എനിക്ക് വലിയ കാര്യമാണ്. സ്റ്റെഫിയെ പോലെ ഒരുപാട് പേര്. അതൊരു നിർബന്ധമല്ല, അറിയണമെന്നുള്ളൊരു നിർബന്ധമല്ല. എങ്കിലും ഒരു തമാശ പരിപാടി നമ്മൾ ഇതുപോലൊരു ടെലിവിഷൻ ചാനൽ നിർത്തുമ്പോൾ ഇതുപോലെയൊക്കെ നിലനിൽക്കുന്നതിന് കാരണമായ കലയിൽ കലയെ വളർത്തിയ ഒരുപാട് ആളുകളുണ്ട്. അവരുടെ ഒരു സാന്നിധ്യവും അവരെ കുറിച്ച് അറിയുക എന്ന് പറയുന്നത് നമുക്കൊരു വലിയ കാര്യമാണ്. അതാണ് സിറാജിനെ പോലെ ഒരാൾ ഇവിടെ വന്ന് നമുക്ക് നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ലേ? പുറപ്പെട്ടു. എന്നാൽ ശരി, അരമണിക്കൂർ മുമ്പ് പുറപ്പെട്ടെന്ന് പറയുന്ന ഫോൺ വിളിക്കുന്ന സംഘത്തിൽപ്പെട്ട ആളാണ് സിറാജിക്ക എന്ന് പറയുന്നത്. അവിടെ നോക്കിയാല് ആ സീൻ എടുത്ത് കണ്ട അവിടെ നിൽപ്പുണ്ട്. ഞാനാണ് പറയുന്നത്, ഇത് അങ്ങോട്ട് വിളിച്ച ഫോണല്ലേ, ഇത് നമ്മൾ അങ്ങോട്ട് വിളിച്ച ഫോണല്ലേ എന്നൊക്കെ പറയുന്നത് സിറാജിക്ക. ഞാനും സിറാജിക്കയും കൂടെ വിദേശത്തൊരു പരിപാടിക്ക് വേണ്ടത് ആഫ്രിക്കയിലാണ്. സൗത്ത് ആഫ്രിക്കയിലെ ബോട്സ്വാന എന്ന് പറയുന്ന സ്ഥലത്ത് ഞാനും സിറാജിക്കയും കൂടെ പരിപാടിക്ക് വേണ്ടി വിജയ് യേശുദാസിന്റെ ഗാനമേളയും നമ്മളുടെ മിമിക്രിയുമാണ്. അപ്പം സിറാജിക്ക ദാസേട്ടന്റെ രൂപത്തിൽ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഞെട്ടിപ്പോക്കാര്. ദാസേട്ടനാന്നോർത്ത് ഇരുന്നെടുത്ത് എണീക്കും. അതുപോലത്തെ രൂപത്തിൽ വരുന്ന സമയമാണ്. അപ്പൊ അന്ന് ഈ ബോട്സ്വാനയിൽ എത്തിയ ദിവസമാണ്. സിറാജിക്ക വെള്ള ചെരുപ്പ് എടുത്തിട്ടില്ല. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. സിറാജിക്ക അവിടെ ഇങ്ങനെ ടെൻഷൻ അടിച്ച് എന്ത് ചെയ്യും, എനിക്ക് വെള്ള ചെരുപ്പ് ഇല്ലോ എന്നും പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ വേഷമൊക്കെ കെട്ടിയിട്ടുണ്ട്. വിജയ് യേശുദാസ് അപ്പയുടെ ഇതാണോ ചെയ്യുന്നത് വെച്ചാൽ ചെയ്യുന്നത്. അപ്പൊ ഞാൻ വിജയനോട് പറഞ്ഞു ഉണ്ട്, പക്ഷെ ചെരുപ്പ് എടുത്തില്ല. ഇപ്പൊ എന്റെ പെട്ടി നോക്കട്ടെ എന്നും പറഞ്ഞിട്ട് വിജയ് യേശുദാസ് കൊണ്ടുവന്നിട്ട് ഒരു വെള്ള ചെരുപ്പ് കൊടുത്തിട്ട് വിജയ് യേശുദാസിന്റെ വെള്ള ഷൂസ് ഇട്ടിട്ടാണ് ദാസേട്ടന്റെ അന്ന് ചെയ്തിട്ടുണ്ട്. ദാസേട്ടന്റെ ശബ്ദം ഒന്ന് ചെയ്യുമോ? പ്രിയമുള്ള കലാസ്നേഹികളെ, ഒരു കലാവിരുന്ന് ആസ്വദിക്കാനെത്തിയിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരോടും വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം പറയാനുണ്ട്. ജഗദീശ്വരൻ്റെ അനുഗ്രഹത്തോടെ ഒരു കലാകാരൻ അല്ലെ കലാകാരി വേദിയിൽ വന്ന് നിന്ന് അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കുമ്പോൾ അവരെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് നിങ്ങളുടെ ഓരോരുത്തരുടെയും കടമയാണ്. ജഗദീശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കൊല്ലത്ത് ഉളിയക്കോവിൽ എന്ന് പറയുന്ന അമ്പലത്തിൽ ഞാൻ എനിക്ക് പരിപാടിക്ക് പോയപ്പം സിറാജിക്കയുടെ വീടിനടുത്താണ്. സിറാജിക്ക 2 സ്റ്റാർ പറയാൻ വേണ്ടി കയറി. അപ്പൊ ദുൽഖർ സൽമാൻ സിനിമയിൽ വന്നിട്ടേ ഉള്ളൂ. ഒരു 2-3 വർഷമേ ആയിട്ടുള്ളൂ. ദുൽഖർ സൽമാന്റെ ശബ്ദം അങ്ങനെ അധികം ആരും മിമിക്രിയിൽ അനുകരിച്ച് തുടങ്ങിയിട്ടില്ല. അങ്ങനെ വ്യക്തമായി നമ്മൾ പിടിച്ചിട്ടില്ല. അപ്പോ സിറാജിക്ക വന്നിട്ട് ദുൽഖർ സൽമാന്റെ ശബ്ദം ചെറുതായിട്ട് പറഞ്ഞു കേൾപ്പിച്ചു. ഗംഭീര ശബ്ദം.
പക്ഷെ ദുൽഖർ സൽമാന്റെ ഏതെങ്കിലും ഒരു സിനിമ പൂർണ്ണമായിട്ട് കണ്ടിട്ട് ദുൽഖർ സൽമാന്റെ ഒരു ഡയലോഗ് കിട്ടിയിട്ടുമില്ല. ശബ്ദം കറക്റ്റുമാണ്. ശബ്ദം ആ. എന്നിട്ട് വാത്സല്യത്തിലെ മമ്മൂക്കയുടെ ഡയലോഗ് ദുൽഖർ സൽമാൻ പറയുന്നത് കാണിച്ചിട്ട് എന്തൊരു കൈഡിയായിരുന്നു അറിയാം അന്ന് അവിടെ കാണിച്ചത്. കാണണം അല്ല ആ സിനിമയിലെ ഡയലോഗ് ഞാൻ ഇപ്പം ഉസ്താദ് ഹോട്ടലിലെ ഡയലോഗ് പിന്നെ പറഞ്ഞു തുടങ്ങിയ സാറേ, നിനക്ക് കേരളത്തിലെ പിള്ളേരെ അറിയില്ല. ബസ്സിന് കല്ലെറിഞ്ഞും പോസ്റ്റടിഞ്ഞ് നടക്കുന്ന കുറച്ച് പിള്ളേരാണ്. 10 പൈസ കൈ കണക്കിൽ. പക്ഷെ ഒരിക്കലും ചതിക്കില്ല, വഴിയിലിട്ടച്ച് പോകത്തുമില്ല. സാറാ, ഒരു കാര്യത്തിൽ എനിക്ക് വിഷമം. ഞാൻ നിന്നെ തേടി വരില്ല എന്ന് നീ കരുത്. സാറാ, നിന്നെ എനിക്ക് വലിയ ഇഷ്ടമാണ്. ആൾ ദ ബെസ്റ്റ്. മേലെടുത്ത് രാഘവന്നാര് ചെറ്റ തന്നെയാന്നുള്ള ഡയലോഗ് ഇന്ദ്രജിത്ത് പറയുന്നത്. പറയുന്നു. മേലയിടത്തിലാകുന്ന ഒരു ചെറ്റ തന്നെ ഈ കണ്ട പറമ്പും പുരയോടൊക്കെ എൻ്റെ ചോരയും നീരും വീർപ്പ്. അന്ന് ജപ്തി ചെയ്ത് പടിയിറക്കി വിട്ടപ്പോൾ രക്ഷിക്കാൻ ഒരാൾ വന്നു, നമ്മുടെ കുഞ്ഞമ്മാമ. അന്ന് അമ്മ പറഞ്ഞു, കുഞ്ഞമ്മാമ നമ്മുടെ ദൈവമാണ്. പുതിയ എന്തെങ്കിലും ഇറക്കണ്ടോ സിറാജുകാരി? പുതിയത് വടക്കം വീരഗാഥയിലെ മമ്മൂക്ക പറഞ്ഞ ഡയലോഗ് ചില താരങ്ങൾ പറഞ്ഞാൽ ലംഘിക്കും എന്നുള്ള സംഭവമുണ്ട്. പ്രദീപ് കോട്ടയൻ അദ്ദേഹത്തിൻ്റെ ഇവിടെ ആണി എന്ന് പറഞ്ഞാലേ ഇരുമ്പാണിയാണ്. പിന്നെ മുളയാണിയുണ്ട്, കൊല്ലനുണ്ട്, 16 പണവുമുണ്ട്, കൊടുത്തു. പിന്നെ ആ പാണൻ്റെ കാര്യം, അവനെ എൻ്റെ കയ്യിൽ കിട്ടിയാൽ അവൻ്റെ വായിൽ ഞാൻ പൂഴിമണ്ണ് നിറയ്ക്കുന്നുണ്ട്. ഇനി ഇത് കമലഹാസൻ. ഇരുമ്പാണിയെ തട്ടി മുളയാണിയെ വെത്തി, പൊൻകാലത്ത് 4 ചുരുക വിളക്കത് കൊല്ലം കിട്ടെ 16 പണത്തെ കൊടുത്തു വിട്ടവൻ എന്ത് ചന്തു. മാറ്റച്ചുരുക കേട്ട പോതല്ല മറന്നുപോയിട്ടേൻ എന്ന് പൊയ് ചൊല്ലി വിട്ടവൻ എന്ത് ചന്തു. ഉങ്ങളാലെ എന്നെ ജയിക്കവേ മുടിയ തിരുമ്പിപ്പോ. അടുത്തത് നമ്മുടെ മരിച്ചുപോയ നമ്മുടെ ശശി കലിംഗ പുള്ളിയാണ്. ഇരുമ്പാണി തട്ടി മുളയാണി വെച്ച് പൊങ്കാരം കൊണ്ട് ചുരിക വിളയ്ക്കാൻ കൊല്ലന് ബിരിയാണി വെച്ച് കൊടുത്തവനാണോ ചന്തു. മാറ്റച്ചുരിക തോന്നിച്ചപ്പോൾ മറന്നുപോയെന്ന് കളവ് പറഞ്ഞത് മറവി രോഗമുള്ളത് കൊണ്ടാണോ? പിന്നെ എന്തൊക്കെ പാടി നടക്കുന്നുണ്ട് ആ പാടൻ നിങ്ങളുടെ നാട്ടിൽ? അയാളോട് വല്ല ഗാനമേള ഗ്രൂപ്പിലും ചേരാൻ പറയണോ? അംഗം വെട്ടാൻ വന്നിരിക്കുന്നു ഇമ്മിണി പുളിക്കും. സൂപ്പർ ചേട്ടാ, ഹാറ്റ്സ് ഓഫ് ചേട്ടാ, ഹാറ്റ്സ് ഓഫ്. ഞാൻ എൻജി പണിക്കർ ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുക. ശ്രമം നടക്കട്ടെ. എടാ, ഈ ഇരുമ്പാണി തട്ടി മുളയാണിയാക്കുക എന്ന് പറയുന്നത് നിസ്സാര പ്രശ്നമൊന്നുമല്ല. പിന്നെ കൊല്ലന് 16 പണം കൊടുത്തു എന്ന് പറയും. ഏത് കൊല്ലന് കൊടുത്തു, എപ്പോ കൊടുത്തു, എന്തെങ്കിലും തെളിവുകൾ നിങ്ങളുടെ പക്കലുണ്ടോ? ഇതൊന്നുമില്ലാതെ കയറി വന്നിരിക്കുകയാണ്. മര്യാദക്കിറങ്ങി പോകുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. അടിപൊളി അടിപൊളി. അന്തരിച്ച ഗോപൻ ചേട്ടൻ, ആകാശവാണിയിലുണ്ടായിരുന്ന ഗോപൻ ചേട്ടൻ, ശ്വാസകോശം സ്പോഞ്ച് പോലെ നിന്ന് ഒറ്റ അനൗൺസ്മെന്റിലൂടെ മലയാളിയിൽ നെഞ്ചിലേറ്റിയ ശബ്ദം. ഗോപാല ഗോപാല, നമ്മുടെ വടക്കമ്പാട്ടിലെ ചന്തു ഉണ്ടല്ലോ, അയാള് ചതിയനാണ് പോലും. ആഹാ, അങ്ങനെയാണോ? അയാള് ഇരുമ്പാണി തട്ടുകയും പിന്നെ അത് മുളയാണിയാക്കുകയും ചെയ്തു അത്രേ. പക്ഷേ ഗോപാല, സത്യത്തിൽ ചന്തു ചതിയനെയല്ല. ചന്തുവിനെ തോപ്പിക്കാൻ ചെന്നാൽ വലിയ വില കൊടുക്കേണ്ടി വരും. അടുത്ത ഈ പ്രേമം എന്ന സിനിമയുടെ ആ ഡയലോഗ് താരതമ്യപ്പെടുത്തിക്കൊണ്ട് വിനയ് ഫോർട്ടിൻ്റെ ശബ്ദത്തിൽ ഇത് പറഞ്ഞു. സാറേ, ഈ ഇരുമ്പാണി എന്ന് പറയുന്ന സാധനമുണ്ടല്ലോ, സിമ്പിളാണ്. പക്ഷെ മുളയാണി പവർഫുൾ, കിട്ടാൻ പോണില്ല. അതുപോലെ തന്നെയാണ് ചുരിക വിളക്കുക എന്ന് പറയുന്നത് നിസ്സാരമാണ്. പക്ഷെ പൊൻകാരം കൊണ്ട് ചുരിക വിളക്കുക പവർഫുൾ. കൊറോണയ്ക്കെതിരെ പ്രതികരിക്കുന്ന ജയന്റെ ഒരു ശബ്ദം. ഓഹോ, നീയാണല്ലേ ഈ കൊറോണ എന്ന് പറയുന്നവൻ. നിന്നെ ഞാൻ തേടി നടക്കുകയായിരുന്നു. ഇനിയെങ്കിലും ഈ ലോകം വിട്ടു പോയില്ലെങ്കിൽ ഇടിച്ച് നിന്റെ പൊട്ടും പഴവും ഞാൻ പുറത്തെടുക്കും. നീ COVID-19 ആണെങ്കിൽ ഞാൻ ഡേവിഡ് 90. മനസ്സിലായില്ലേ? നീ 19 ആണെങ്കിൽ ഞാൻ 90 ആണെന്ന്. കടന്നു പോകാൻ. അവസാനമായി പ്രേം നസീറിൻ്റെ 3 വ്യത്യസ്ത ഭാവങ്ങൾ അനുകരിച്ച് അവതരിപ്പിക്കുകയാണ്. വർഷങ്ങളായിട്ട് അദ്ദേഹത്തിൻ്റെ ശബ്ദം ഒരു സ്റ്റേജ് പോലും വിടാതെ ഞാൻ അനുകരിച്ചുകൊണ്ടിരിക്കുന്നു. രാത്രി അപ്പം നിൻ്റെ കുണുങ്ങിയുള്ള നടത്തവും നിൻ്റെ ശൃംഗാരഭാവമൊക്കെ കാണുമ്പോൾ
ഞാനാകെ കോരിത്തിരിച്ചു പോവുകയാണ്. ഈ കണ്ണുകളിലേക്ക് നോക്കിയിരിക്കാൻ എന്ത് രസമാണിരാതെ. ചിരിക്കൂരാതെ. അച്ഛൻ എന്ത് പണിയായി ഈ കാണിച്ചു? അച്ഛൻ ആ സ്ത്രീയുമായി വഴക്കിടുമ്പോൾ ആ സ്ത്രീ അച്ഛനുമായിട്ട് വഴക്കിടും. അമ്മേ, അമ്മയുടെ പുന്നാരമോൻ വന്നു. അമ്മേ, കണ്ണു തുറന്ന് നോക്കൂ അമ്മേ. എന്നെ 10 മാസം വയറ്റിലിട്ട് കൊണ്ട് നടന്ന് എന്നെ നൊന്ത് പ്രസവിച്ച് എൻ്റെ അമ്മയാണോ ഈ കിടക്കുന്നത്? അമ്മേ, അമ്മേ, അമ്മേ. ഗംഭീരം, ഗംഭീരം, സൂപ്പർ. നമുക്ക് ഇന്ന് എക്സലൻസ് അവാർഡ് നൽകുന്നതിനായിട്ട് രമേശ് ചേട്ടനെയും പക്രു ചേട്ടനെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. എത്രയോ വേദികൾ, ലോകമെമ്പാടും മലയാളികളുള്ള സ്ഥലങ്ങളിലെല്ലാം പരിപാടികൾ അവതരിപ്പിച്ച് നമ്മളെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ളൊരു കലാകാരൻ, എന്നും തന്നാലാവും വിധം പുതുമകൾ കണ്ടെത്തിക്കൊണ്ട് പ്രേക്ഷകർക്ക് മുന്നിൽ അവതരിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കലാകാരൻ, സിനിമകളിൽ, ടെലിവിഷനിൽ, സ്റ്റേജിലെല്ലാം നിറസാന്നിധ്യമായി തുടരുന്ന സിറാജിക്ക. അദ്ദേഹത്തിന് ഒരു വലിയ ശിഷ്യ സമ്പത്തുമുണ്ട്. നമ്മുടെ ഫൺസ് അപ്പോൺ എ ടൈമിൽ എത്തിയതിന് അദ്ദേഹത്തോടുള്ള നന്ദി അറിയിക്കുന്നു. ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു ആദരവ് ഏറ്റുവാങ്ങണമെന്ന് അഭ്യർത്ഥിക്കുന്നു. സിറാജിക്കൊക്കെ ആദ്യകാലത്ത് അനുകരിച്ച അവതരിപ്പിക്കുന്ന അതേ തീയോടെ അതേ ഉന്മേഷത്തോടും കൂടി തന്നെയാണ് ഇപ്പോഴും വളരെ ലൈവായിട്ട് തന്നെ നിൽക്കുന്നത് എന്നുള്ളതാണ്. അതൊരു വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ്. ഇന്ന് നമ്മളെ ഏറ്റവും കൂടുതൽ ചിരിപ്പിച്ച ബെസ്റ്റ് സ്റ്റാൻഡപ്പ് കൊമേഡിയൻ ആരാണെന്ന് നമുക്കറിയാം. പക്രു ചേട്ടാ, രമേശ് ചേട്ടാ, വിളിച്ചാലോ അവരെ? ലെറ്റ്സ് വെൽക്കം പ്രവീൺ ആൻഡ് ജോമാറ്റ്. രമേശ് ചേട്ടാ, ആരായിരിക്കും ഇന്നത്തെ ബെസ്റ്റ് സ്റ്റാൻഡപ്പ് കൊമേഡിയൻ? ഗംഭീര പ്രകടനമാണ് രണ്ടുപേരും കാഴ്ചവെച്ചത്. 2 തരത്തിലാണ് രണ്ടുപേരുടെയും പ്രകടനത്തെ നമുക്ക് വിലയിരുത്താൻ സാധിക്കുക. ജോമറ്റ് ഒരുപാട് തമാശകൾ പറഞ്ഞു. തമാശകളുടെ എണ്ണം കൂടുതൽ ജോമറ്റിനായിരുന്നു ഉണ്ടായിരുന്നത്. ജോമറ്റ് പറഞ്ഞ തമാശകളിൽ പലതും നമ്മൾ കേട്ടിട്ടുള്ള തമാശകളായിരുന്നു. എല്ലാവരും കേൾക്കണമെന്നില്ല, കേട്ടിട്ടുള്ള തമാശകളുണ്ടായിരുന്നു. ഉള്ളോടൻ ഒരു നാട്ടിൽ നിന്ന് ചില കഥാപാത്രങ്ങൾ എടുത്തുകൊണ്ട് നമുക്ക് മുന്നിൽ അദ്ദേഹത്തിൻ്റെ ഒരു തനത് ശൈലിയിൽ അവതരിപ്പിച്ചു. ഒരു മൂന്നാമതൊരു പ്രേക്ഷകൻ എന്നുള്ള നിലയിൽ കാണുമ്പോൾ എനിക്ക് മനസ്സിലായ ഒരു ചെറിയ കാര്യം, ജോമറ്റ് തമാശകൾ ശേഖരിക്കുകയും പുള്ളോടൻ തമാശകൾ നിർമ്മിക്കുകയുമാണ് ചെയ്തിരിക്കുന്നത്. കളക്ട് ചെയ്ത് കൊണ്ടുവന്നതും പുള്ളോടൻ്റെ തമാശകൾ പുള്ളോടൻ എവിടുന്നോ നിർമ്മിച്ചു കൊണ്ടുവന്ന തമാശകളാണ്. അതിൻ്റെ ഒരു ജെനുവിനിറ്റി പുള്ളോടൻ്റെ തമാശകൾക്ക് ഉണ്ടായിരുന്നു. എന്നാലും ജോമറ്റ് അദ്ദേഹത്തിൻ്റെ പ്രകടനം തീരുമ്പോൾ പറഞ്ഞ ഒരു വരി, വീഴുമ്പോൾ എല്ലാവരും കാണുക എണീറ്റ് വരണം എന്നുള്ളതാണ്. ജോമറ്റ് ജീവിതം കൊണ്ട് അത് തെളിയിക്കുന്ന ഒരാളാണ്. ജോമറ്റ് നമ്മളോടൊപ്പം വരുന്ന എപ്പിസോഡുകളിൽ ഉണ്ടാവും. വരുന്ന ഏതെങ്കിലും ഒരു എപ്പിസോഡിൽ ജോമറ്റ് ഇവിടുത്തെ ബെസ്റ്റ് പെർഫോമർ ആകുക തന്നെ ചെയ്യും എന്ന് ഞാൻ ഈ അവസരത്തിൽ പറയുന്നു. ഇന്നത്തെ അവസരത്തിൽ പുള്ളോടൻ ഓൾ ദ ബെസ്റ്റ്. രണ്ടുപേരും ഗംഭീര ആർട്ടിസ്റ്റുകളാണ്. വിഷു പറഞ്ഞ പോലെ തന്നെ ഒരു ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. പക്ഷെ എനിക്ക് ജോമറ്റിനെ അങ്ങ് ഇഷ്ടപ്പെട്ട്. ആ പറഞ്ഞ കാര്യം ഭയങ്കര രസമായിരുന്നു. അങ്ങോട്ട് നോക്കിയാൽ നമുക്ക് ഒരു സ്നേഹം തോന്നിയാലോ എന്ന്. പക്ഷെ എനിക്ക് തോന്നുന്നത് ജോമറ്റിൻ്റെ പ്രകടനം കാണുമ്പോൾ കേരളത്തിലെ എല്ലാ പ്രേക്ഷകർക്കും ജോമറ്റിനോട് സ്നേഹം തോന്നും. അതെ, ജോമറ്റ് വളരെ ചിരിച്ചു കളിച്ച് ചെയ്യുന്ന ഒരാളാണ്. പക്രു ചേട്ടാ, വേറൊരു കാര്യമുണ്ട്. നമ്മുടെ ഇവിടെ ഒരു വിജയിച്ച ആളും ഒരു പരാജയപ്പെട്ട ആളും അല്ല കേട്ടോ. എപ്പോഴും 2 വിജയിച്ചവരിൽ ആരാണ് കുറച്ച് മുന്നിൽ നിൽക്കുന്നത് മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. അത്തരത്തിലാണ് പോകുന്നത്. അതിൻ്റെതായ സ്പിരിറ്റിൽ തന്നെ ഇവരും അത് ഉൾക്കൊള്ളുന്നുണ്ട്. ഉറപ്പായിട്ടും ഈ പ്രോഗ്രാം കാണുന്ന പ്രേക്ഷകർക്കും അത് മനസ്സിലാവും. അതെ, താങ്ക് യു.